അതിരാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവാണേ. വെറുതെ ഒരു പോക്കല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബിനോഷിന്റെ കല്യാണത്തിന് പോവാണേ. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന മാരേജ് ബിനോഷിന്റെ കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, കൂടെ രജിഷേട്ടനും ഫാമിലി ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടിയപ്പം മുട്ടക്കറി ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഈ പെട്ടെന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നത് കോട്ടയം കൂടിയിട്ടാട്ടോ. കോട്ടയത്തുള്ള റോഡുകൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. ഭയങ്കര കാമും അതേപോലെ തന്നെ ഭയങ്കര ഒരു പച്ചപ്പും തണലൊക്കെ നിറഞ്ഞ റോഡുകളാട്ടോ. നിങ്ങൾ ആരെങ്കിലും കോട്ടയത്തു നിന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഏകദേശം കൊട്ടാരക്കര എത്താറായപ്പോഴേക്കും ഞാനൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. പള്ളിയിൽ എത്തിയപ്പോഴേക്കും കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള SBK ആയിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫി. രജിഷേട്ടൻ്റെ മോൻ ചന്തവാട് SBKയുടെ ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് ക്യാമറ പിടിച്ച് മേടിച്ചു കേട്ടോ. അങ്ങനെ ചെക്കനും പെണ്ണും പള്ളിയിൽ നിന്ന് ഇറങ്ങി അവർ പോയി ഡ്രസ്സൊക്കെ മാറി ഓഡിറ്റോറിയത്തിലേക്ക് വന്ന ഗ്യാപ്പിൽ ഞങ്ങൾ ഓർത്ത് ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ക്രിസ്ത്യൻ വെഡിങ്ങിലെ ചോറും കറികളും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈ ആണ്. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ നാളായി എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ പോയി ബിനോഷിൻ്റെയും ദീപയുടെയും കൂടെ ഒരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ കയറിയിട്ടോ. അതെല്ലാം കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോഴാട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്നുള്ള ബോധം ഞങ്ങൾക്ക് വന്ന്. അതിൻ്റെ ഇടയ്ക്ക് SBKനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. എൻ്റെ പ്ലാൻ കല്യാണം കഴിഞ്ഞ് നേരെ ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്, മാത്രമല്ല പനിയുമാണ്. അപ്പോൾ വീടാണ് സേഫ്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാനൊരു ലൈം സോഡയും കൂടി കുടിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് വഴിയിൽ അവരെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോഴേക്കും നല്ല മഴ കേട്ടോ. അപ്പോൾ എനിക്ക് അത്രേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.